ഹലോ, അപ്പോൾ ഇന്നതാ നമുക്ക് കറി വെക്കാനുള്ള സിലോപ്പികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും നല്ല ഫ്രഷ് സിലോപ്പികൾ ജീവനുള്ളത്. നമ്മൾ ഇന്നലെ രാത്രി നമുക്കിവിടെ ചെറിയൊരു കൈത്തോണ്ടായിരുന്നു, നമ്മൾ വല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് രാവിലെ വീണവരാണ് കേട്ടോ ഇവരൊക്കെ. എല്ലാവരും ജീവനുണ്ട്, അത്യാവശ്യം വലുതാണ് കേട്ടോ. സിലോപ്പിയ മാത്രമല്ല കേട്ടോ, അതാ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പരലുകളെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പറ്റിക്കാനൊക്കെ നല്ല തേങ്ങയൊക്കെ പറ്റിക്കാൻ നല്ലത്. അപ്പോൾ ഈ മീനെ നമ്മളിവിടെ എടുക്കാറില്ല. ഇതിവിടെ മറ്റേ തുപ്പൽ മീനെന്നോ ഒക്കെ പറയുന്നത് ഇതിന് കേട്ടോ. ഇത് നമ്മൾ വേസ്റ്റാക്കി കളയാറുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കളഞ്ഞേക്കാം. ഇത് വേണ്ട, ഈ രണ്ട് വെള്ളത്തിൽ വിട്ടാൽ ജീവിച്ചോളും. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ പരലുകളാട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ വറക്കാനോ തേങ്ങയൊക്കെ ഇട്ട് പറ്റിക്കാനോ ഒക്കെ കറക്റ്റ് പരുവത്തിന് കേട്ടോ. അതിന് അത്യാവശ്യം നല്ല ജീവനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് രാവിലെയൊക്കെ ഇവിടെ വലയിൽ വീണവരാ, നല്ല ജീവനുണ്ട്. ഇതാണ് കൂരി. ഈ കൂരി കുത്തിക്കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും. അതും അങ്ങനെ ഒരുമാതിരി അങ്ങ് എരിച്ച് കയറുന്ന പോലത്തെ വേദനയാണ്. പക്ഷേ ഈ മീൻ ഇവിടെ നല്ല വിലയാണ് കേട്ടോ. ഇവിടെ 1 കിലോയ്ക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് പോകുന്ന മീനാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ, അതായത് ആലപ്പുഴയിലൊക്കെ ഉണ്ടല്ലോ, ഈ മീനൊക്കെ വെറുതെ വേസ്റ്റ് കളയും. ഞങ്ങളൊന്നും ഇത് അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാറില്ല. വലയ്ക്കകത്ത് കുരുങ്ങിയാൽ ഇത് വെട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഇത് വലയ്ക്കകത്ത് കുരുങ്ങി കഴിഞ്ഞ് എടുക്കാൻ തന്നെ വലിയ പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൊമ്പ് വന്ന് വലയിൽ ഉടക്കിയിരുന്നാൽ അത് എടുത്ത് വിടാനൊക്കെ നല്ല പാടും കേട്ടോ. അപ്പോൾ ഇത് വെറുതെ ഞങ്ങൾ വേസ്റ്റ് കളയുന്ന മീനാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഇതിന് നല്ല വിലയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, കാരണം ഇത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഇത് മീൻ വിട്ടേക്കാം.